ഹലോ കൂട്ടുകാർ, ഇതുണ്ടോ ചെമ്പകം പ്രൂണിങ് ചെയ്ത് എന്നിട്ട് ബോർഡോ മിശ്രിതവും പരട്ടി. നല്ല നിറയെ പൂക്കളുണ്ടായതായിരുന്നേ. പക്ഷേ എന്നാണ് കുഴപ്പം, പൊങ്ങിപ്പോയി, വലിയ മരമായി. അതുകൊണ്ട് ഞങ്ങൾ പ്രൂണിങ് ചെയ്തു. എന്നിട്ട് ബോർഡോ മിശ്രിതം നല്ലപോലെ പരട്ടി വെച്ചു. നല്ല മണമുള്ള പൂവാണേ, വെള്ളച്ചമ്പകം. ഇതുണ്ടോ, എന്നിട്ട് തളിർത്ത് വന്നു കേട്ടോ. നല്ല തളിരെല വന്നു. ഞാനോർത്ത് ഇനിയിപ്പം ഉണങ്ങി പോകുമെന്ന് പേടിച്ചു, മഴ. അതുകൊണ്ട് പിന്നെ ഉണങ്ങി പോകയില്ലെന്ന് കരുതി നോക്കിയിരുന്നു. അപ്പോൾ തളിർത്ത് വന്നു. ചീഞ്ഞു പോകാതെ പങ്ങൽ രോഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ ബോർഡോ മിശ്രിതം പരട്ടിയേ. കണ്ടോ, നല്ല തളിരെല വന്നു. മുറ്റം നിറയെ മണം വരും. മുറ്റത്തൊരു ചെമ്പകം ഉണ്ടെങ്കിൽ വൈകുന്നേരത്ത് പൂവുണ്ടാവും. കണ്ടോ, ഇത്രയും തളിർത്തു. ഇവിടെ ഫ്രണ്ടിലായി നിൽക്കുന്ന ഇച്ചിരി വെളിച്ചമുണ്ട്, അതുകൊണ്ട് അഴ കെട്ടിയിട്ട് തുണി ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. കണ്ടോ, അഴ കെട്ടിയതാ കയറ്. എയർപോർട്ടിലാണ് വെച്ചേക്കുന്നത്. കണ്ടോ, നല്ല പൂക്കൾ. വെട്ടിക്കഴിഞ്ഞപ്പോൾ അതേ പൂവുണ്ടായിരുന്നു, ഞാനതെടുത്ത് വെച്ചതാണേ. ഇത് മേശപ്പുറത്ത് ഈ പൂക്കളെടുത്ത് വെച്ചാൽ ഇല്ലേ, ഒരു 5-6 ദിവസം ഇരിക്കുവേ. നല്ല മണമായിരിക്കും റൂമിൻ്റെ അകത്ത് മേശപ്പുറത്ത് വെച്ചാൽ. കേട്ടോ, ബോർഡോ മിശ്രിതം പറ്റിയേക്കുന്നത്. ഇത്രയും മണ്ണവുമായി ഇത്രയും നല്ല പൊക്കമായിരുന്നു, അതുകൊണ്ട് വെട്ടിയതാണേ. ബുഷിയായിട്ട് കുറ്റിച്ച് നിന്ന് നിറയെ പൂ കണ്ടാൻ വേണ്ടി. ഇതുപോലെ ഒരെണ്ണം മതി, നല്ല മണമാണ്. മുടിയൊക്കെ ചൂടാൻ ഫസ്റ്റാണ്. മുടിയെ ചൂടിക്കൊണ്ട് പോകാൻ നല്ല ഫസ്റ്റാണ്. ഇതുണ്ടോ, വിടർന്ന് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കേ, കുറേ ഇതളുകളുണ്ട്. ഇതിൻ്റെ മൊട്ട് കണ്ടാലും നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ വേണം, അധികം വിടർന്നു പോകാൻ ഇതുപോലെ വേണം മുടിയെ ചൂടാൻ. കേട്ടോ, നല്ല തളിരില വന്നു. തളിരില വന്നപ്പോൾ ഞാനോർത്ത് പൂവാണ്, തളിര് വരാതെ പൂ വന്നാണെന്ന് ഓർത്ത്, മൊട്ട് വന്നാന്ന് ഓർത്ത്. എല്ലാ ശിഖരവും വെട്ടിക്കളഞ്ഞു, തടി മാത്രം നിർത്തി. ഇപ്പം വളമൊന്നും ഇട്ടില്ല. നേരത്തെ ചാണകപ്പൊടിയൊക്കെ ഇട്ടായിരുന്നു. ഇപ്പം മഴയല്ലേ, അതുകൊണ്ട് വളമൊന്നും ഇട്ടില്ല. ചെമ്പകം 2 കളറുണ്ട്, വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്. പക്ഷേ ഇവിടെ മഞ്ഞയില്ല, ഇത് വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. കേട്ടോ, ഇവിടെ എല്ലാം തളിരെല മുളച്ച് വരുന്നുണ്ട്. ഇത്രയും മുഴുപ്പേ ഉള്ളൂ. ഇപ്പം മണ്ടയെല്ലാം വെട്ടിക്കളഞ്ഞു. കുറേ ശിഖരങ്ങളുണ്ടായിരുന്നു, ഇങ്ങനെ പൊങ്ങി ടെറസിൻ്റെ പൊക്കത്തി വരെയായിരുന്നേ. അതുകൊണ്ട് വെട്ടിക്കളഞ്ഞു. എന്നാലും പൂവുണ്ടായിരുന്നു, ശിഖരത്തിലൊക്കെ പൂവുണ്ടായിരുന്നു. ഇതുണ്ടോ, ഇതുപോലെയാണ് വെട്ടിക്കളഞ്ഞു. മുളച്ച് വരുന്നതുണ്ടോ, ഓരോ ഇലയും മുളച്ച് വരുന്നുണ്ടോ. ഇവിടെ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ട മുട്ട എന്നല്ലേ തോന്നുള്ളൂ.
നല്ല വണ്ണമുള്ള കമ്പായിരുന്നു. വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറേ നാൾ കഴിഞ്ഞാണ് തളിർത്ത് വന്നത്. അപ്പോൾ ഞാനത് ഉണങ്ങിപ്പോകുന്നു. കണ്ടോ, ഇത്ര മണ്ണുണ്ട്. മുറ്റത്ത് അരിയിൽ, തിണ്ണയുടെ അരിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പൂവുണ്ടായി കഴിയുമ്പോൾ റൂമിലൊക്കെ നല്ല നിറയെ മണമാണ്. ഒരു പൂ കണ്ടോ, ഇതങ്ങനെയൊന്നും പൊഴിഞ്ഞു വീഴുകയില്ല. ഞെടുപ്പിന് നല്ല കട്ടിയുണ്ടേ. അത് 1-2 ആഴ്ച നിൽക്കും. എന്നിട്ട് ഇതളുകളെല്ലാം അടന്നടന്ന് പോവുകയുള്ളൂ. കണ്ടോ, ഇത്രയും പൂ കിട്ടി. ഒരു പൂവിന് തന്നെ നല്ല മണമാണ്. മുറ്റം നിറയെ സ്വന്തം വിഷമിച്ചാൻ പോകുന്നുണ്ടെങ്കിൽ കണ്ടോ, ഇങ്ങനെ മുടി കുത്തിക്കൊണ്ട് നടക്കണം. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ബസ്സിൽ പോകുന്ന പിള്ളേരില്ലേ, ഇങ്ങനെ കോളേജിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുത്തിക്കൊണ്ട് പോകും. അപ്പം പുറകെ നിൽക്കുന്നവർക്കൊക്കെ നല്ല മണം, നല്ല സുഗന്ധമാണ്. ഈ മുടിയിൽ ഇങ്ങനെ ഒരു പൂ കുത്തിയിട്ട് സ്ലൈഡും കുത്തി എന്നാൽ ആ ബസ് മുഴുവൻ നല്ല മണം. കണ്ടോ, കാണാൻ തന്നെ നല്ല പ്ലാസ്റ്റിക് പൂ പോലെ തോന്നിയത് കണ്ട, ഈ പൂ കണ്ടാലേ. മേശപ്പുറത്ത് ഇങ്ങനെ ഞാൻ ഒരാഴ്ച വെച്ചു. നല്ല മണമായിരുന്നു. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.